ഹലോ മൈ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് സ്നാക്ക് എന്ന് പറയാൻ സമൂസയുണ്ട്, പിന്നെ കട്ട്ലറ്റ് ഉണ്ട്, മുളക് ബജ്ജി എൻ്റെ ഫേവറേറ്റ് ഉണ്ട്, പിന്നെ തേങ്ങ അരച്ച ചിക്കൻ കറി ഉണ്ട്, പിന്നെ ചോറുണ്ട്, പിന്നെ എന്താ പറയുക പത്തിരി ഉണ്ട് കേട്ടോ, പിന്നെ നാരങ്ങ വെള്ളയും പിന്നെ ബത്തക്ക വെള്ളും പിന്നെന്താണ് പച്ചമുന്തിരിയും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം മുളക് ബജ്ജി ഉള്ള ദിവസമാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പിന്നെ ഞാനാണ് ഗൈസ്. അപ്പോൾ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ ഞാൻ ക്യാമറ ഇങ്ങനെ സെറ്റാക്കി വെക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതാണ് നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ അനിയത്തി പിന്നെ ഫസ്റ്റ് തന്നെ പ്ലേറ്റൊക്കെ പിടിച്ച് വെച്ചാണ്. അവൾ പിന്നെ നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇമ്മച്ചി എന്ത് ചെയ്തണോ, ഓറഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ, ഓറഞ്ചൊക്കെ ഇമ്മച്ചി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചാണ്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന സമയം ബാങ്ക് കൊടുത്ത ആ ഒരു സമയം എൻ്റെ അനിയത്തി ആ പ്ലേറ്റും കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കണം. ഇങ്ങനത്തെ ഒരു സ്വഭാവം തന്നെ ഈ പെണ്ണിന്. അപ്പോൾ ഞാൻ മുന്തിരിയൊക്കെ തിന്ന്, മുന്തിരിയും പിന്നെ ഓറഞ്ചൊക്കെ തിന്നിട്ട്, മുന്തിരിക്കൊക്കെ എന്തൊരു മധുരമാണിത്, ഒരുമാതിരി പിടിപ്പിക്കുന്ന മധുരം. പിന്നെ അതും നാരങ്ങ വെള്ളത്തിലാണെങ്കിലോ ചിയാ സീഡ് ഇട്ട് അതിനെ ഇല്ലാണ്ടാക്കിയേക്കണം ഞാൻ. ഓക്കെ. അപ്പോൾ പിന്നെ ഞാൻ മുളക് ബജിയാണ് കേട്ടോ തിന്നത്. പിന്നെ മുളക് ബജി കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാക്ക് മുളക് ബജി ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇപ്പം എന്ത് ചെയ്തിക്കണേ, ഉമ്മാക്കൊക്കെ ഇട്ട് കൊടുത്താണ്. പിന്നെ അമ്മക്ക് ബാക്കി 2-3 ബാക്കി വന്ന് അമ്മക്ക് കിട്ടി. അപ്പോൾ പിന്നെ എൻ്റെ അനിയത്തി ഓക്ക് മുളക് ബജി ഇഷ്ടമല്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ എന്നാൽ എൻ്റെ കട്ട്ലറ്റ് നിനക്ക് തരാം, നീ മുളക് ബജി തന്നേന്ന് ഞാൻ പറഞ്ഞിരുന്നു. കേൾക്കാണ്ട് വലിയ ജാട വലിച്ചുകൊണ്ട് ആ മുളക് ബജിയൊക്കെ തിന്ന് നാവ് എരിഞ്ഞ് അവിടെ കുറേ ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മുളക് ബജി അത്രക്കും ഇഷ്ടമാണ് കേട്ടോ. പണ്ടൊന്നും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്തൊരു സാധനം എന്ന് പറയുന്നത് ഈ ഒരു മുളക് ബജി ആയിരുന്നു. ഇപ്പം എനിക്ക് ഏറ്റവും സ്നാക്സിൽ ഇഷ്ടം എന്ന് പറയുന്നത് മുളക് ബജിയാണ് കേട്ടോ. ഇപ്പോൾ പഴംപൊരി ആയിരുന്നു എനിക്ക് ആദ്യമൊക്കെ ഇഷ്ടം, പക്ഷെ ഇപ്പോൾ പഴംപൊരി ഒന്നും ഇപ്പോൾ ആ ഒരു ഇതിലോട്ട് വരുന്നില്ല ഗൈസ്, എന്താണെന്നറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയത്തി പത്തിരിയും ചിക്കൻ കറിയും തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ പത്തിരിയും ചിക്കൻ കറിയും ഒന്നും തിന്നാൻ നിന്നിട്ടില്ല. ഞാനതൊക്കെ നേരത്തെ അകത്താക്കിയത് കൊണ്ട് നോ പ്രോബ്ലം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഞാനങ്ങനെ ഓറഞ്ചും ഇതൊക്കെ തിന്ന് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ സമൂസേൻ്റെ ഫില്ലിങ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്താ പറയുക, ആ ഒരു സമൂസയും കട്ട്ലറ്റ് എന്തോ എനിക്ക് ഈടെയായിട്ട് കട്ട്ലറ്റ് ഇഷ്ടപ്പെടുന്നില്ല, കാരണം ഇന്നും ഈ കട്ട്ലറ്റ് തിന്ന് എനിക്ക് മതിയായി. അപ്പം ഞാൻ കട്ട്ലറ്റ് എൻ്റെ അനിയത്തിക്ക് കൊടുത്തു കേട്ടോ. ഓളോട് ഞാൻ അപ്ലൈ പറഞ്ഞതാണ്, വേണ്ട എനിക്ക് തന്നാളേന്ന്, കാരണം നല്ല എരിവുള്ളതാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിന്. എന്നാൽ പിന്നെ മൂത്തൊരു പറഞ്ഞത് കേക്ക് അതും ഇല്ല. അപ്പം ഓൾ അണ്ണാക്ക് കുറേ നല്ലോണം എരിഞ്ഞ് അവൾ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ബത്തക്ക വെള്ളം അകത്താക്കാൻ വേണ്ടി നിന്നു. ബത്തക്ക എന്ന് പറയുന്ന സാധനം ഇന്ന് കൊണ്ടുവന്നതിന് അധികം ഒരു മധുരം ഇല്ലായിരുന്നു. അപ്പം ഞാൻ മധുരം കിട്ടാൻ വേണ്ടിയിട്ട് നന്നാരിയും പഞ്ചസാരയൊക്കെ ഒഴിച്ചിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേണ്ടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ ആ കുടിക്കുമ്പോൾ ഒന്ന് സ്റ്റക്കായി നിന്നത് അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ എൻ്റെ അനിയത്തിയാണെങ്കിൽ നാരങ്ങ വെള്ളത്തിൽ ബാക്കി ചിയാ സീഡ് കുറേ വന്നത്, ഞാൻ പറഞ്ഞല്ലോ ഞാനാണ് ഇട്ടത്. പിന്നെ അങ്ങനെയൊക്കെ ഓരോരോ അബദ്ധങ്ങൾ വരും. അപ്പോൾ ഓൾക്ക് മൊത്തം കിട്ടിയത് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഓവർ കുടിക്കാൻ പാടില്ല, ചിയാ സീഡ് ഹെൽത്തിനും അത്ര നല്ലതല്ല. അപ്പോൾ ഞാനത് മാറ്റി കൊടുത്തു. പിന്നെ നമ്മളെ ദുനിയാവൊക്കെ എങ്ങോട്ടല്ലേ ഈ പോണേ. ഞാനിപ്പോൾ ഒരുപാട് ന്യൂസസിലായാലും ഒരുപാട് കേട്ട്, ഇപ്പോൾ എക്സാമിൽ ഫോക്കസ് കൊടുക്കണോ അതോ ഇപ്പം നടക്കുന്ന ഒരു World War III എന്ന് പറഞ്ഞ ഒറ്റ സാധനത്തിൽ ഫോക്കസ് കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. കാരണം എന്തൊക്കെയാണ് നടക്കുന്നത്, കൊല്ലലും പിടിക്കലും അങ്ങനത്തെ മാത്രമേ നടക്കുന്നുള്ളൂ. കുറേ ആൾക്കാർ പറയൽ ദജ്ജാലിൻ്റെ തിരിച്ചു വരവാണ്, അങ്ങനെയാണ്. അപ്പോൾ എന്ത് കേൾക്കണം എന്ത് വിശ്വസിക്കണം എന്നൊന്നും മനസ്സിലാവാണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളൊരു നേഷൻ എത്ര ഇപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാലും നമുക്ക് അങ്ങനത്തെ ഒരു
ആ ഒരു സിറ്റുവേഷൻ വരാണ്ടിരിക്കട്ടെ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒന്നും ഇതുവരേക്കും വന്നിട്ടില്ല. അപ്പോൾ അത് നമ്മളെ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ കഴിവ് കൊണ്ട് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു സോഷ്യലി പരമായിട്ടുള്ള കാര്യത്തിലൊക്കെ പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ബുക്കൊന്നും എടുത്ത് നോക്കില്ല, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനമാണ്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ എനിക്ക് എക്സാമാണ്. ടെൻഷൻ ഉണ്ടോ ചോദിച്ചാൽ പഠിച്ചാലാണ് ടെൻഷൻ ഉണ്ടാവുക. അതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് ടെൻഷനില്ല. പക്ഷേ പാസ്സാക്കി വിടൂല എന്നുള്ളത് കൊണ്ടും എനിക്കൊരു ടെൻഷൻ ഇല്ലാണ്ടാവും. കാരണം കുറച്ച് സബ്ജക്റ്റ് ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത സബ്ജക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഹാഫ് ഓഫ് ദ സിലബസും എനിക്ക് ഇഷ്ടപ്പെടാത്ത തന്നെയാണ്. അപ്പം അതൊക്കെ ഞാൻ എങ്ങനെ ആക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. പിന്നെന്താണ്, 1 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഒലക്കമല എക്സാമാണ്. അപ്പം അത് എനിക്ക് തീരെ ഇഷ്ടമായില്ല. പിന്നെന്താണ്, സ്ക്രൈബ് ചെയ്തുന്ന കുട്ടികൾ ആലോചിച്ചും കൂടെ ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്നും പറയാൻ നിന്നിട്ടില്ല. പിന്നെ നമ്മളൊക്കെ എന്തെങ്കിലും പറയാൻ നിന്ന പോലെ അങ്ങനെ മാറ്റുമൊക്കെ ചെയ്യൂ കേട്ടോ. എന്തൊക്കെ തള്ളി മറിച്ചിന് ഇങ്ങോട്ട്. പിന്നെ എൻ്റെ അനിയത്തി ഞാനും തമ്മിൽ ഒരുപാട് അടി ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവുമായിരിക്കും അല്ലേ? അടി എന്ന് പറഞ്ഞാൽ നല്ല അടിയാണ് ഇവിടെ ഇടയിൽ ഉണ്ടാവുന്നത്. പിന്നെ എൻ്റെ അമ്മ അവിടെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ നീച്ചു പോയി. കാരണം എന്നെക്കൊണ്ട് കഴിയൂല ഗൈസ്. കിട്ടുമ്പോൾ നല്ല സ്ട്രോങ്ങിൽ തന്നെ കിട്ടും. അപ്പം ഞാൻ പിന്നെ ഇതാക്കിയിട്ട് പിന്നെ ഇവിടെ ഞാൻ നുളവിളിച്ച് വലിയ സീനാവും. അപ്പോൾ ഞാൻ നുളവിളിക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ തന്നെ അവിടെ നിന്ന് എണീറ്റ് പോയതാണ് കേട്ടോ. കാരണം ലാസ്റ്റ് മൂത്ത കുട്ടി എന്നുള്ള പേരിൽ എന്തായാലും എൻ്റെ പേരിൽ തന്നെ എന്തായാലും വരും. പിന്നെ ഇറ്റങ്ങളെ എണീപ്പിച്ച് വിട്ട് പിന്നെ ഞാൻ എന്താക്കി ടാബിളൊക്കെ വൃത്തിയാക്കി. എനിക്ക് ഇങ്ങനെ ഒരുമാതിരി ജേം ഫ്രീക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് ഈ ടേബിൾ ഡെറ്റോൾ ഇല്ലാണ്ട് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇടങ്ങാറായിരിക്കും കേട്ടോ. എന്തോ ഒരു മനസ്സിനൊരു അസ്വസ്ഥതയായിരിക്കും. ടേബിൾമില്ലല്ലേ ഇങ്ങനെ ഫുഡൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടാവുമോ, ഒരുമാതിരി ഒരു ലൊട്ട സ്വഭാവമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ടേബിൾമില്ല തന്നെ പഠിക്കാനും ഇരുന്ന് കേട്ടോ. കാരണം ഫാനിൻ്റെ കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് പിന്നെ എൻ്റെ ഉപ്പ കൊണ്ടുവന്ന ബലൂൺ ഉണ്ടായിരുന്നു. ആ ബലൂണായിട്ട് ഇവിടെ തട്ടി നടക്കാൻ വേണ്ടിയിട്ട് സ്ഥലമില്ലാത്ത ഒരവസ്ഥയായിരുന്നു. പിന്നെ ഇന്ന് മുതൽ ഞാൻ എന്ത് ചെയ്തിരിക്കണു, പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കണു കേട്ടോ. അങ്ങനെ ഞാനിവിടെ എന്തൊക്കെയോ തള്ളി മറിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ കട്ടാക്കിയത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇനി മുതൽ എക്സാമാണ്. എക്സാമിന് ഞാൻ ഇന്നലെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ പഠിച്ച് തുടങ്ങിയത്. ഇത്രയും ദിവസം എക്സാമിന് ഉണ്ടായിട്ട് ഇന്നലെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 1 മാസം നീണ്ടു നിൽക്കുന്ന എക്സാമാണ്, ഫൈനൽ എക്സാമാണ്. പിന്നെ പാസ്സാവുമോ എന്നൊക്കെ ഉണ്ട്. കാരണം ആൾക്കാർ ചോദിക്കും എന്താ ഇപ്പം തന്നെ ഇത്ര സ്ട്രെസ്സ് വരാനെന്ന് ചോദിക്കും. പക്ഷെ എന്തായാലും നമ്മളല്ലേ കടന്നു പോകുന്ന ഫേസ്, അതുകൊണ്ട് എന്തായാലും ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ എക്സാം ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഒരുമാതിരി ലൊട്ട ടൈം ടേബിളാണ് 1 മാസം വരെ. എന്നാലും സാരമില്ല, എനിക്കിഷ്ടമായി, കുഴപ്പമില്ല എന്നൊക്കെ വിചാരിക്കണു. ആൻഡ് പിന്നെ ഞാനങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. ഇത് എന്താ സംഭവം? ഓക്കെ, അങ്ങനെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അങ്ങനെ പഠിപ്പൊക്കെ എന്താ പറയുക, എൻ്റെ അനിയത്തിയാളൊക്കെ എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ വന്നേക്കണെന്ന് ഞാൻ പറയുമ്പോഴാണ് അറിയണേ. പിന്നെ ഓരങ്ങനെ വല്ലാണ്ടൊന്നും നോക്കലില്ല. പിന്നെ ഇതിൻ്റെ ഇയർപോഡാണ് ഞാൻ എന്തിനാ ഇവിടെ കാണിക്കണതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് നല്ല സാധനമാണ്. അപ്പോൾ എനിക്കെന്തെങ്കിലും എൻ്റെ ക്ലാസ്സൊക്കെ എഡിറ്റ് ചെയ്യാനവിടെ വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും. പിന്നെ വിഷ് മീ ലക്ക് ഫോർ മൈ എക്സാം ആൻഡ് വിഷ് യു ഓൾ ഗുഡ് ലക്ക് ഫോർ യുവർ എക്സാം. പിന്നെന്താ പറയുക, നന്നായിട്ട് പഠിക്കുക. ഇനി പഠിക്കേണ്ട എക്സാമൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ച് വലുതാവേണ്ട സംഭവം ആവേണ്ട. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയിപ്പോൾ നാളത്തെ ഇഫ്താർ വ്ളോഗ് ഉണ്ടല്ലോ വരുന്നത്, അത് കാണാം നമുക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും ശരി. ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്തോളൂ. ഇനിയിപ്പോൾ ഞാൻ നന്നാവാൻ വീഡിയോസിൻ്റെ എന്തെങ്കിലും ആംഗിൾസോ എന്തെങ്കിലും രീതിയൊക്കെ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിലോ അതൊക്കെ നിങ്ങൾക്ക് തരാം കേട്ടോ. നിങ്ങളാണല്ലോ മെയിനായിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യുക ആൻഡ് ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് അതുവരേക്കും ബൈ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ, കാണാം ഇൻഷാ അല്ലാ.